കേരളത്തിൽ അത്ര പരിചിതമല്ലാത്ത കൗതുകമുള്ള ഒരു കാഴ്ചയുണ്ട് ഇങ്ങ് തമിഴ്നാട്ടിൽ. എനിക്ക് പുറകിൽ കാണുന്നതാണ് BJPയുടെ സംസ്ഥാന കാര്യാലയം. കമലാലയം എന്നാണ് പേര്. ഇവിടെ ഈ കമലാലയത്തിന് ഒരു മതിലിനപ്പുറം CPMൻ്റെ ഓഫീസാണ്. അതായത് ഏതാണ്ട് മീറ്ററുകൾ മാത്രം അപ്പുറമാണ് CPMൻ്റെ സംസ്ഥാന ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. നിലവിലിപ്പോൾ ഈ BJPയുടെ ഓഫീസ് ശാന്തമാണ്. കാരണം നിലവിലിപ്പോൾ ഒരു MLA മാത്രമാണ് തമിഴ്നാട്ടിൽ വിജയിപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞത്. ഭോജരാജൻ എന്ന MLA ഊട്ടിയിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ച് കയറുകയും ചെയ്തത്. അതിനാൽ തന്നെ പ്രത്യേകിച്ചൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോൾ ADMKയുടെ കൂടെ സഖ്യമായി ചേർന്നാണ് BJP മത്സരിക്കുകയും അങ്ങനെ ഒരു സീറ്റ് ലഭിക്കുകയും ചെയ്തത്. അതേസമയം CPMൻ്റെ ഓഫീസിലെ സ്ഥിതി കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഈ BJPയുടെ ഓഫീസിൽ നിന്ന് ഏതാണ്ട് ഒരു 10-20 മീറ്ററുകൾക്കപ്പുറമാണ് CPMൻ്റെ ഓഫീസുള്ളത്, സംസ്ഥാന ഓഫീസുള്ളത്, സ്റ്റേറ്റ് ഓഫീസുള്ളത്. അവിടെ നിലവിലിപ്പോൾ വലിയ തിരക്കാണ് എന്നുള്ളതാണ് പ്രത്യേകത. കാരണം CPMൻ്റെ നിലപാട് TVKയുടെ സർക്കാർ രൂപീകരണത്തിൽ ഏറെ നിർണായകമാകുന്നു എന്നുള്ളതാണ്. അതായത് CPMൻ്റെ 2 സീറ്റുകൾ അത് ഈ TVKക്ക് ലഭിക്കുകയാണെങ്കിൽ, CPIയുടെ സീറ്റ് ലഭിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ VCKയുടെ സീറ്റ് ലഭിക്കുകയാണെങ്കിൽ ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കാൻ വിജയ്ക്ക് കഴിയും, TVKക്ക് കഴിയും. ഇതാ നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു 10-20 മീറ്റർ മാത്രമാണ് സഞ്ചരിച്ചത്. അവിടെ ഇപ്പോൾ നമുക്ക് CPMൻ്റെ ഓഫീസ് കാണുകയും ചെയ്യാം. മുൻപൊരിക്കലും ഇല്ലാത്ത വിധം വലിയ ആൾക്കൂട്ടം നമുക്ക് ഈ ഓഫീസിൽ കാണാം എന്നുള്ളതാണ് പ്രത്യേകത. മുൻപൊരിക്കലും ഈ രീതിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പോൾ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി മാധ്യമപ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതായത് എന്താണ് CPMൻ്റെ തീരുമാനം എന്നറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും ചെയ്യുന്നുണ്ട്. അതായത് വലിയ രീതിയിൽ ഒരാൾക്കൂട്ടം ഇവിടെയുണ്ട്. എന്തായാലും ഒരു ശ്രദ്ധാകേന്ദ്രമായി CPMൻ്റെ ഓഫീസ് മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപെങ്ങുമില്ലാത്ത വിധമാണ് ഈ 2 സീറ്റുകൾ. അത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ നമ്പറാണ്. പക്ഷേ TVKക്ക് ഈ 2 നമ്പർ എന്നുള്ളത് വളരെ നിർണായകമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, ചെന്നൈ.